സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ അഫിലിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം, ഇതിൻ്റെ രേഖകളുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെന്നൊക്കെ. ഇപ്പോൾ VSൻ്റെ ഒരു കത്ത് വന്നിരിക്കുകയാണ്. റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ഈ കാര്യത്തിൽ പരാതിയില്ല, പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധിക്കേണ്ട സാഹചര്യം വരൂ. ഇപ്പോൾ അക്കാദമിക് കാര്യങ്ങളിലാണ് തർക്കം നിലനിൽക്കുന്നത്, അതാണ് അടിയന്തരമായി പരിഹരിക്കേണ്ടതെന്ന്. പക്ഷേ ഇതൊക്കെ നേരത്തെ ജ്യോതി പറഞ്ഞതുപോലെയാണ്, ഇതെല്ലാം ഇവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ C. രവീന്ദ്രനാഥ് ഏറ്റവും ഒടുവിലാണത് പഠിക്കാൻ മുതിരുന്നതെന്ന് പറയുമ്പോഴും ഈ ദിവസങ്ങളിൽ നടക്കുന്ന സമരവും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളും എല്ലാം ഇവരുടെ ശ്രദ്ധയിലുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, VSൻ്റെ കത്തിൻ്റെ ഭാവി ഏത് സാഹചര്യത്തിലേക്കാണ് ചെന്നിറങ്ങുന്നത് എന്നാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. പ്രിൻസിപ്പലിനെ മാറ്റാനാകില്ല, സർക്കാരിന് അധികാരമില്ല. അഫിലിയേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം പ്രായോഗികമല്ല വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച്. പാട്ടലംഘനം റവന്യൂ വകുപ്പ് പരിശോധിക്കേണ്ടതാണ്, ഇതാണ് അവരുടെ നിലപാട്. റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന നിലപാട് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നൽകിയ ഭൂമി ദുരുപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണെന്ന് റവന്യൂ വകുപ്പ്. ഈ തർക്കങ്ങളിലാണ് ഇത് കിടക്കുന്നത്. ഈ തർക്കത്തിനിടയിലേക്ക് VSൻ്റെ കത്ത് കൂടി പോയാൽ എന്ത് വ്യത്യാസം? ഒരു കാര്യം കൂടെ, അങ്ങനെയാണെങ്കിൽ ഈ ലാൻഡ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഈ ലാൻഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്. ഇതൊക്കെ ശരിയാണ് ജോലി, ഇതെല്ലാം കുഴഞ്ഞു കിടക്കുന്നത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് വിദ്യാഭ്യാസ വകുപ്പ് ചൂണ്ടിക്കാട്ടണമെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ നിശബ്ദമായെടുത്തിരിക്കുന്ന നിലപാട്. റവന്യൂ വകുപ്പിന്റെ മുമ്പിൽ VS കൊടുത്തിരിക്കുന്ന കത്ത് വളരെ പ്രസക്തമാണ്, കണ്ടുപിടിക്കേണ്ട. പക്ഷേ ഒരു വശം കൂടെ ഉണ്ട്. വിദ്യാഭ്യാസ ആവശ്യം, ഇത് ഫ്ലാറ്റ് കിട്ടി കച്ചവടം അത് കാര്യം വേറെ. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ലോ അക്കാഡമി മാത്രമേ സ്ഥലം മേടിച്ചിട്ടുള്ളൂ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ മേടിച്ചിട്ടില്ലേ, നായർ മാനേജ്മെൻറ്റുകൾ, NSS മാനേജ്മെൻറ്റുകൾ മേടിച്ചിട്ടില്ലേ. മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് സ്ഥലം കിട്ടാത്തത്. അതുകൊണ്ട് ഈ 13 ഏക്കറേ ഉള്ളൂ. മറ്റേത് 100, 150, 200 ഏക്കറൊക്കെ മേടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് സ്ഥലം മേടിച്ചു, ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒന്നും കിട്ടാം. അത് ഞാനൊരു വശം പറഞ്ഞു. പക്ഷേ അവിടെയൊക്കെ വീട് കെട്ടി താമസിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വശം മാത്രം. ഇത് കൊമേഴ്ഷ്യൽ വേണ്ടി ഉപയോഗിക്കുന്നു, ഫ്ലാറ്റ് കിട്ടുന്നു, ധൈര്യമായിട്ട് വിൽക്കുന്നു, ഇവരൊക്കെ അവിടെ താമസിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ആര് എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എടുക്കണം. ഈ സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സമരം ഇപ്പം തീർന്നാലേ അവിടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വീണ്ടും പുതിയ ഘട്ടത്തിലേക്ക് കടക്കും, അത് കാര്യം വേറെ. എങ്കിൽ പോലും ഞാൻ പറയട്ടെ ഒരു കാര്യം കൂടി, നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ ഞാൻ നേരിട്ട് വീട്ടിലും കൂടെ കേൾക്കണം. വേണം, ഒരു മിനിറ്റ് വേണം. ഞാൻ മാതൃഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ ശേഖരനാരാണ് ഈ ലോ അക്കാഡമിയെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ശേഖരനാർ എഴുതിയല്ലോ, ശേഖരനാർ അനുഭവിച്ച് പീഡനമുണ്ടല്ലോ, എന്തായിരുന്നു എന്നറിയാം. ഞാനൊന്നും പുറത്ത് പറയുന്നില്ല. ശേഖരൻ നായരെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ഞങ്ങളുടെ മാതൃഭൂമി പോലൊരു പത്രം, മാതൃഭൂമി 80-ൽ വന്നതാണ്. അന്ന് പോലും ഞങ്ങളൊക്കെ കറസ്പോണ്ടന്റുമാരാണ് ഇവിടുത്തെ. 88-ലാണ് ശേഖരൻ നായർ ആ സ്റ്റോറി എഴുതിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതൃഭൂമി വിട്ട് ഇന്ത്യയുടെ ചേർന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനം കിട്ടി, നാരായണ നായരുടെ വിക്രികളെക്കുറിച്ച് സിൻഡിക്കേറ്റും ഞാനും എഴുതിയൊരു സാധനം. എന്നെ പീഡിപ്പിച്ചതിനെ കണക്കുണ്ടോ? എന്ത് ഭീകരമായിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? എടോ എൻ്റെ ജഡ്ജിമാരുണ്ടോ വേണു, കേൾക്കണം വേണു എന്നോട് പറഞ്ഞത്. എൻ്റെ ജഡ്ജിമാരുണ്ടോ ഹൈക്കോടതിയിൽ, ഇവിടുത്തെ ജില്ലാ കോടതിയില്ലേ, എല്ലാം എൻ്റെ പിള്ളേരാ ജഡ്ജിമാർ. സുപ്രീം കോടതി വരെ ഉണ്ടോ, തന്നെ ഞാൻ ജയിലിടും. ക്രിമിനലായിട്ടും സിവിലായിട്ടും എനിക്കെതിരെ ഡിഫമേഷൻ കൊടുത്തു, ഇന്ത്യ ടുഡേക്കെതിരെ. നിന്റെ അരുൺപുരി അവിടെ ഞാൻ വരുത്തോടൂ. ചാന്ദ് പ്രകാശ് എന്ന ഞങ്ങളുടെ ഉദ്യോഗസ്ഥനെ അരുൺപുരി പറഞ്ഞയച്ചു. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചു, ഒത്തുതീർപ്പ് ചർച്ച നടത്തി. അദ്ദേഹത്തോട് എന്നെക്കുറിച്ച് കുറേ ചീത്തയൊക്കെ വിളിച്ചു കൊടുത്തു. എന്നിട്ട് സമ്മതിക്കില്ല. അരുൺപുരി ഇവിടെ വരുത്തണം, അദ്ദേഹത്തിന് കോടതി കയറ്റി നിർത്തണം. അത് എത്ര കാലം നീണ്ടെന്നറിയാം. ഞാനും രാധാകൃഷ്ണൻ കൊണ്ട് പലതവണ ഒത്തുതീർപ്പിന് പോയി. ആ സ്റ്റോറിയുടെ വിശദാംശം ഓർക്കുന്നില്ല. എൻ്റെ അവസാനത്തെ ഒരു വരിയുടെ പറയണം, അത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. കാരണം ഒരു പേജ് സ്റ്റോറിയേ ഉള്ളൂ. പിള്ളേരെ എൻ്റെ വീട്ടിലെ സമരം, ഇവിടെ ലോ അക്കാഡമിയുടെ യൂണിവേഴ്സിറ്റി മുമ്പിൽ സമരം നടത്തി. ആ സ്റ്റോറിയുടെ അവസാന വാചകം ഇതാണ്. ലോ അക്കാഡമി നാരായണ നായരുടെ കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, വീരകൃത്യങ്ങൾ, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനകത്തിരുന്നും കൊണ്ട്. അവസാനത്തെ വാചകം, ഒരു പെൺകുട്ടിക്ക് LLM ഫസ്റ്റ് റാങ്ക്, പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി നായർ. അതിൻ്റെ അവസാനത്തെ വാചകം, ലോ അക്കാഡമി ഡയറക്ടർ നാരായണ നായരുടെ മക്കളാണ് ലക്ഷ്മി നായർ. എന്തൊക്കെയാണ് തയ്യൽ ചെയ്തു കൂട്ടിയത്? 1ാം റാങ്കും സംഘടിപ്പിക്കുകയാണ്. അല്ല, അത് പറയുമ്പോൾ ഒറ്റ വാചകം കൂടെ, കൊച്ചുമകൾക്കും കിട്ടി. കൊച്ചുമകൾക്ക് 1ാം റാങ്ക് കൊടുത്തിട്ട് റീവാലുവേഷൻ 2 കുട്ടികൾ വന്നപ്പോഴത്തേക്ക് ഇത് 3ാം റാങ്കായി മാറി. പിന്നീട് ആ കുട്ടികൾ പോയില്ലായിരുന്നെങ്കിൽ ഫസ്റ്റ് റാങ്ക് ആയനെ. അതിനെ സംബന്ധിച്ചൊപ്പം സർവകലാശാല പരാതി വന്നിട്ടുണ്ട്. ശ്രീ JR പത്മകുമാർ, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോ അക്കാദമിയുടെ 13 ഏക്കറിൽ മാത്രമല്ല നാരായണൻ നായർ ഭരണം നടക്കുന്നത് എന്ന്. അത് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ നിയമം കയ്യിലെടുക്കലാകുന്നുണ്ട്. നരേന്ദ്രൻ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതി, അയ്യോ ഇന്ത്യൻ എക്സ്പ്രസിന്റെ നേരെ ഭയങ്കര ആക്രമണം, നരേന്ദ്രനെയൊക്കെ വല്ലാതെ കഷ്ടപ്പെടുത്തി.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് പത്രങ്ങളൊന്നും ഇടപെടത്തില്ല. ഇന്ന് എന്നെപ്പോലുള്ളവരുടെ സന്തോഷം മാധ്യമങ്ങൾ മുഴുക്കെ നിൽക്കുകയല്ലേ ശക്തമായിട്ട്. വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുന്നു. അന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇവരുടെ പോക്കറ്റാണ്. ആർക്കും അനങ്ങാൻ പറ്റത്തില്ല. ഒരു വിദ്യാർത്ഥിക്കും അനങ്ങാൻ പറ്റത്തില്ല, ഒരു വിദ്യാർത്ഥി നേതാവിനും അനങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കും. അങ്ങനെ വരുമ്പോൾ ശ്രീ ജെ ആർ പത്മകുമാർ, ഇവിടെ പ്രശ്നം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളല്ല പ്രതികരിക്കുന്നതേ ഉള്ളൂ. ഒന്നാമതായി ഒരു 4-5 ദിവസമായി അദ്ദേഹം ആവർത്തന വിരസമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്കാരി പണി നടത്തുന്നവർ അതിനേക്കാൾ ലാഭകരമായ മേഖല എന്ന നിലയിൽ ഇവിടേക്ക് വന്നതോടുകൂടി ഇതിൻ്റെ മഹത്വം പോയി എന്ന്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നൊരു കാര്യം, ടോംസ് എന്ന് കേട്ടാൽ കുട്ടികൾ ചിരിക്കുമായിരുന്നു, കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഓർത്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ആ പേർ കേട്ടാൽ വിദ്യാർത്ഥികൾ ഭയക്കുകയാണ്. ഈ നെഹ്റു കോളേജിനെ പറ്റി പറയുന്നു, മഹാന്മാരുടെ പേരുള്ള കോളേജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ലോ അക്കാദമിയെ പറ്റി മാത്രം മിണ്ടുന്നില്ല. അപ്പോൾ ടോംസിൻ്റെ കാര്യം പറയുന്നു, നെഹ്റു കോളേജിൻ്റെ കാര്യം പറയുന്നു, അക്കാദമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ഈ മൗനം? അല്ല, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഭരണാധികാരിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടെ കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, അത് എല്ലാവർക്കും അറിയാമല്ലോ. ആ പ്രശ്നങ്ങൾ ഇന്നതുണ്ട് എന്ന് പറയാതെ എന്താണ് ഇതിനൊരു പരിഹാര മാർഗം ഈ ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. അദ്ദേഹം ഫെബ്രുവരി 2-ാം തീയതി VC-മാരെ വിളിക്കുന്നുണ്ട് ചർച്ചയ്ക്ക്. അല്ല, എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഈ ഒരു സെക്ടേറിയൻ രീതിയിലുള്ള ഒരു ചില ആളുകളോടുള്ള മൃദുസമീപനം നിങ്ങൾ ആലോചിക്കണം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിന് കുഴിമാടം ഉണ്ടാക്കാൻ നമ്മൾ ആവേശത്തോടുകൂടി നിന്നിട്ടുണ്ട്. മഹാരാജാസിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ലോ അക്കാഡമിയിൽ വരുമ്പോൾ എന്താ സമീപനം? അപ്പോൾ ഇതെല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഇതിൽ ശക്തമായൊരു നിലപാടെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് എന്തോ തടസ്സമുണ്ട്. ആ തടസ്സമാണ് ഇപ്പോൾ ജനങ്ങൾ സംശയമായി ഉന്നയിക്കുന്നത്. LDF ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ചും CPM-ന് ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ആ കാരണം എന്താണ്? അതാണ് വെളിച്ചത്ത് വരേണ്ടത്. അത് ഇപ്പോൾ വേറൊരു കാര്യം, നേരത്തെ ജേക്കബ് തോമസ് പറഞ്ഞ കാര്യം കൂടി വളരെ ഗൗരവമാണ്. ലോ അക്കാഡമി ഒരു ലോ സ്ഥാപനത്തിൽ ഒരുപാട് പേര് പഠിക്കും, ഒരു ജുഡീഷ്യൽ ഓഫീസർമാരായി വരും. അവരെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വളരെ അപകടകരമാണ്. അത് നമ്മുടെ ജുഡീഷ്യറിയുടെ തന്നെ വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്ന ഒരു അഭിപ്രായമല്ല എനിക്കുള്ളത്. പക്ഷെ അങ്ങനെ ആരെങ്കിലും നിയമം പഠിക്കുകയാണെങ്കിൽ അത് ഗൗരവമായി ജുഡീഷ്യറിയും എടുക്കേണ്ടതാണ്. ആരുടെയെങ്കിലും ചട്ടമോ ആരുടെയെങ്കിലും താല്പര്യം സംരക്ഷിക്കാനാണ് ജുഡീഷ്യറിയുടെ ആളുകൾ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആരെങ്കിലും പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അതും അപകടകരമായ. പക്ഷെ നിലവിലെ സ്ഥിതിയിൽ ഒരു നിരീക്ഷണം പോലും നടത്താതെ കോടതി ചെയ്തിട്ടുള്ളത്, ഒന്ന്, അവിടുത്തെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്നുള്ള ആവശ്യത്തെയാണ് അനുഭാവപൂർവ്വം പരിഗണിച്ചതായി കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നാളത്തേക്ക് വെച്ചിരിക്കാം. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരിഗണിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പെറ്റീഷൻ കിട്ടി, അതിനെ സംബന്ധിച്ച് പോലീസിന്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജാഗ്രത കാണിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. പത്മകുമാർ, എങ്ങനെയാണ് പോലീസ് റിപ്പോർട്ട് കൊടുക്കാതിരിക്കുന്നത്? പേരൂർക്കട CI, ലോക്കൽ CI അവിടെ പഠിക്കുകയാണ്. അല്ല, അവിടെ ജാഗ്രത കാണിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ശരി. രാഹിൽ, ഈ നെഹ്റു കോളേജിനെ പറ്റിയും ടോംസ് കോളേജിനെ പറ്റിയും ഈ അബ്കാരി ബിസിനസ് നടത്തുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കുന്നതിനെ പറ്റിയും എല്ലാം വാചാലനാകുന്ന പിണറായി എന്തേ നിങ്ങളുടെ സമരം കാണാതിരിക്കുന്നു, രാഹിലിൻ്റെ സമരം കാണാതിരിക്കുന്നു? ഞങ്ങളുടെ സമരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം നീതി കണ്ടില്ലെന്ന് പറയരുത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ചുമതലപ്പെടുത്തി ഈ വിഷയങ്ങൾക്കകത്ത് അടിയന്തരമായി ഇടപെടുവാൻ, വിദ്യാർത്ഥി വിഷയം അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ SFIക്ക് യാതൊരു സംശയവുമില്ല. SFIയെ സംബന്ധിച്ച് SFIയുടെ നിലപാട് വളരെ കറക്റ്റാണ്. ഈ ലോ അക്കാദമി ലോ കോളേജിൻ്റെ പ്രിൻസിപ്പൽ രാജിവെക്കണം. SFIയും ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശം സംബന്ധിക്കുന്ന ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് രംഗം വളരെ നീതിയുക്തമാകുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ലോ അക്കാദമി ലോ കോളേജിനകത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. അതിന് അങ്ങേയറ്റം ഏതെല്ലാം സമരത്തിലേക്ക് പോകേണ്ടി വന്നാലും SFI സമരത്തിനൊപ്പം. രാഹിൽ, നിങ്ങളുടെ സമരവീര്യത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല. അത് ആരെങ്കിലും കുറച്ച് കാണുന്നുവെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് മുഖ്യമന്ത്രി അല്ലേ എന്ന സംശയമാണ് ചോദിച്ചത്. VS അച്യുതാനന്ദനുണ്ട്. VS അച്യുതാനന്ദൻ ഇവരുടെ സമരത്തെ കുറച്ച് കാണുന്നില്ല, ഗവൺമെന്റ് നിലപാടിനെ. രാഹിൽ, ഇതിനെ ആരെങ്കിലും വില കുറച്ച് കാണുന്നുണ്ടോ എന്ന സംശയമാണ് ചോദിക്കുന്നത്. അതിലെ ഒന്നാം സ്ഥാനക്കാർ മുഖ്യമന്ത്രിയാണോ എന്ന്. SFIക്ക് അത്തരത്തിലുള്ള അഭിപ്രായമല്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടും എന്ന് തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി. ശരി. ഞാൻ ശുഭേഷിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ജേക്കബ് ജോർജ്, ഒരു വിവരമായി ഇപ്പോൾ കിട്ടിയത്, അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്ഥാപനങ്ങളാണ്.
അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം സ്ഥലങ്ങൾ കൊടുക്കുന്നതും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും വരുന്നത് എന്ന്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു സ്വകാര്യ സ്ഥാപനത്തിനാണ് എന്നുള്ളതാണ്. അവർ ഡയറക്ട് പേയ്മെന്റ് ഒപ്പിട്ടവരാണ്. 71 ഡയറക്ട് പേയ്മെന്റ് ഒപ്പിടാതെ മാറി നിന്ന ഏക കോളേജ് ലോ അക്കാഡമി ലോ കോളേജാണ്. അത് മാത്രമല്ല 68 നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. 68 ഭൂമി കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് അത് അവരുടെ ആക്ട് ഇപ്പോഴും പറയുന്നുണ്ട്. ആക്ടിനകത്ത് ബൈലയ്ക്കകത്ത് ഇപ്പോഴും പറയുന്നുണ്ട്. ഈ ബൈല ഇന്നലെ ആ റിപ്പോർട്ട് സമിതിക്ക് കൊടുത്തതാണ്. അതിനകത്ത് ഇപ്പോഴും പറയുന്നു പേട്ടൺ ആരായിരിക്കണം, ചീഫ് പേട്ടൺ ആരായിരിക്കണം. പക്ഷേ അതൊന്നും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോഴും സ്വകാര്യ സമ്പത്തായി കൊണ്ടു നടക്കുന്നു. ഈ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് ഭൂമി കൊടുക്കുമ്പോൾ 68 കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് നാളെ പാലിച്ചാൽ നാടനാര സ്വാധീനം എല്ലാം പോകും. ശരി, ശ്രീ ജേക്കബ്. അല്ല, ഇത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ ലോ അക്കാദമി എന്ന സ്ഥാപനം, ഞാൻ അക്കാദമിയ സ്ഥാപനമല്ല, അതിൻ്റെ നേതൃത്വം ഒറ്റപ്പെട്ടിരിക്കുക. രാഷ്ട്രീയമായിട്ട്, സാമൂഹ്യമായിട്ട്, ഇതുവരെയുള്ള ചെയ്തികളിൽ നിന്ന് തോന്നുന്നില്ല. ഒരു ഒറ്റയാൻ നീക്കമാണ്. അവസാനത്തെ നീക്കം നടത്തിക്കോട്ടെ. എവിടെ പോകാനാ വേണു? അവരെ CPM പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ കോടിയേരി അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. കോടിയേരി വന്ന് സമരപ്പന്തലിൽ ഏറ്റവും അവസാനം എത്തി, അങ്ങ് SFI ഏറ്റവും അവസാനം എത്തിയെന്ന് പറഞ്ഞതുപോലെ കോടിയേരിയും ഏറ്റവും ഒടുവിലെത്തി. എന്നിട്ട് പറഞ്ഞത് എന്താണ്? ക്യാമ്പസ് സമരമാണെന്ന്. ക്യാമ്പസ് സമരവും വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതേ ആളുകളെ കോടിയേരി ഇരിക്കുന്ന ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തേണ്ടത്? ക്യാമ്പസ് സമരമല്ലേ? കോടിയേരിക്ക് ഒരു റോളുമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്, പാർട്ടിക്ക് റോളില്ല എന്ന്. പിന്നെ എന്തിനാണ് വിളിച്ചു വരുത്തുന്നത്? അപ്പോൾ ഇതൊക്കെ അവസരവാദപരമായ നിലപാടുകളല്ലേ? അല്ല, എനിക്ക് തോന്നുന്നു CPM-ലെ ആരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട നേതൃത്വത്തിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ടാവും. മുൻകാല ബന്ധങ്ങളും. ഇപ്പം കോലിക്കോട് കൃഷ്ണൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, അധികത്തോട് താല്പര്യമുള്ള ആരെങ്കിലും. പക്ഷേ BJP ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാടെടുത്താൽ ആ നിലപാടിനെതിരെ ABVPക്ക് സമരം ചെയ്യാൻ പറ്റുമോ? ഇവിടെ SFI സമരം ചെയ്യുന്നത് CPM ഏതെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ JR പറയുന്നുണ്ടായിരുന്നല്ലോ, പാലക്കാടും മഹാരാജാസിലും SFI എടുത്ത സമീപനം എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കാത്തതെന്ന്. ഈ ഹൈദരാബാദ് സർവകലാശാലയിലും JNU-ലും ഇവരെടുത്ത സമീപനം എന്താണ്? സമരം അവിടുത്തെ ഏതെങ്കിലും അവിടുത്തെ ചെയർമാനായിട്ട് വന്നിട്ടുള്ള ആള് അവിടുത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉപദ്രവിച്ചതോ അല്ലെങ്കിൽ വിരുദ്ധമായി പ്രവർത്തിച്ചതോ അപ്പോയിന്റ്മെന്റിന്റെ ഒരു ഗവൺമെന്റ് ഹൈദരാബാദ് സർവകലാശാലയുടെ കാര്യത്തിലും JNU-വിന്റെ കാര്യത്തിലും ഇല്ലില്ല, JNU അവിടെയൊക്കെ സമരക്കാരെ മുഴുവൻ പിടിച്ച് അകത്തിടുകയാണ് ജയിലിൽ പിടിച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ വന്നൊരു കട്ടിൽ കിടന്ന് ഈ പറയുന്ന നിരാഹാരം കനയ്യകുമാറിനെ പിടിച്ച് തിഹാർ ജയിലിൽ ഇട്ടവരുടെ കട്ടിലിൽ കിടന്ന് അതും ഇതുമായി താരതമ്യപ്പെടുത്തരുത്. രണ്ട് ഇഷ്യൂ ആണ്. അല്ലല്ല, പാലക്കാടും അങ്ങനെയാണെങ്കിൽ പാലക്കാട് ലോ അക്കാദമി 2 വിഷയം അവരും പറയും. മേധാവിയായിട്ടുള്ള പ്രശ്നമല്ല, സ്ഥാപനത്തിന്റെ മേധാവിയായിട്ടുള്ള പ്രശ്നമല്ല. അവരെടുത്ത നിലപാട് രാജ്യവിരുദ്ധമായതുകൊണ്ടുള്ള നടപടിയാണ്. മാത്രം വേഗം ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.